അതെ, കൂർക്കം വലിക്കുന്നവരാണോ നിങ്ങൾ? കൂർക്കം വലി നമ്മളെക്കാൾ ബുദ്ധിമുട്ട് നമ്മുടെ പാർട്ട്നേഴ്സിനാണ്. ഈ കൂർക്കം വലി നമ്മളിൽ ചില ഹെൽത്ത് പ്രോബ്ലംസ് ഉണ്ടാക്കുമെന്നുള്ളത് അറിയാമോ? അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് ആപ്നിയ. അതെന്താണെന്ന് പറഞ്ഞു തരാം. പക്ഷെ അതിന് മുന്നേ ഈ സ്നോറിങ് എന്തുകൊണ്ടാണെന്നുള്ളത് നമുക്കൊന്ന് മനസ്സിലാക്കിയാലോ. ഉറങ്ങുന്ന സമയത്ത് നമ്മുടെ എല്ലാ മസിൽസും ഭയങ്കര റിലാക്സ്ഡ് ആയിരിക്കും. അതേപോലെ തന്നെയാണ് നമ്മുടെ അപ്പർ എയർവേ മസിൽസും. അപ്പോൾ ഉറങ്ങുന്ന സമയത്ത് ഈ മൂക്കിലൂടെ നമ്മൾ എടുക്കുന്ന ശ്വാസം റിലാക്സ്ഡ് ആയിട്ടുള്ള ഈ എയർവേ മസിലിലൂടെ പാസ് ചെയ്ത് നമ്മുടെ ലങ്സിലെത്തുന്നു. എന്നാൽ നമുക്ക് എന്തെങ്കിലും മെഡിക്കൽ കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ, അതായത് നമ്മൾ കുറച്ച് തടിച്ച ഒരു വ്യക്തിയാണ്, ഒബേസ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ നമ്മുടെ നെക്കൊക്കെ കുറച്ച് സ്റ്റഫി ആയിരിക്കും. അതല്ല, നമുക്ക് മൂക്കിൽ എന്തെങ്കിലും പെത്തോളജി അല്ലെങ്കിൽ മെഡിക്കൽ കണ്ടീഷൻസ് ഉള്ള വ്യക്തികളാണ്, നമുക്ക് ക്രോണിക് സൈനസൈറ്റിസ് ഉണ്ട്, അല്ലെങ്കിൽ ഡീവിയേറ്റഡ് നേസൽ സെപ്റ്റം പോലത്തെ കണ്ടീഷൻസ്, പോളിപ്സ്, ഇങ്ങനെയൊക്കെയുള്ള വ്യക്തികളാണെങ്കിൽ ഈ പറയുന്ന ഈ ശ്വാസം, മൂക്കിലൂടെ എടുക്കുന്ന ഈ ശ്വാസം ഈ പറഞ്ഞ റിലാക്സ്ഡ് ആയിട്ടുള്ള ഈ മസിൽസിലൂടെ ഒരു ടെർബുലന്റ് ആയിട്ടുള്ള ഒരു യാത്രയാണ് നയിക്കുന്നത്. അപ്പൊ ഇത് ഇങ്ങനെ ടെർബുലന്റ് ആയിട്ടുള്ള യാത്ര നയിക്കുമ്പോൾ ഈ മസിൽസ് കിടന്ന് ഇങ്ങനെ വൈബ്രേറ്റ് ആവും. അങ്ങനെയാണ് നമുക്ക് ഈ ഒരു സ്നോറിങ് എന്ന് പറയുന്ന ഒരു കൂർക്കം വലിക്കുന്ന ഒരു ശബ്ദം ഉണ്ടാകുന്നത്. ഇതിന്റെ പുറമെ നിങ്ങളൊരു മൗത്ത് ബ്രീത്തർ ആണെങ്കിൽ, അതായത് വായിലൂടെ ശ്വസിക്കുന്ന ഒരു വ്യക്തിയും കൂടെ ആണെങ്കിൽ പറയേണ്ടതില്ല. നിങ്ങളുടെ നാവിന്റെ പൊസിഷൻ കുറച്ചും കൂടെ ബാക്കിലായിരിക്കും പൊസിഷൻ ചെയ്യുന്നത്. അപ്പോൾ നേരത്തെ ഈ പറയുന്ന റിലാക്സ്ഡ് മസിൽസ് അതിന്റെ കൂടെ നാവും കൂടെ ബാക്കിലേക്ക് പൊസിഷൻ ആവുകയാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? എയർവേ ഭയങ്കര കൺസ്ട്രക്റ്റഡ് ആയിരിക്കും. അങ്ങനെ വരുമ്പോൾ ശ്വാസത്തിന് കറക്റ്റായിട്ട് നമ്മുടെ ലങ്സിലേക്ക് എത്താനുള്ള ചാൻസ് ഭയങ്കര കുറവാണ്. അതായത് അതിന് യാത്ര ചെയ്യാനുള്ള ഹോൾ, അതായത് വളരെ കുറവായിരിക്കും.